ഞാൻ സുബ്രതകുമാർ, തൃശൂർ സിറ്റി ലഹരി വിരുദ്ധ സ്ക്വാഡിലെ സബ് ഇൻസ്പെക്ടറാണ്. ഈ കഴിഞ്ഞ ദിവസം പത്രത്തിൽ ഒരു വന്ന വാർത്തയിൽ പറയുന്നത് കേരളത്തില് 1057 വിദ്യാലയങ്ങളിൽ ലഹരിയുടെ ഉപയോഗം നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ജില്ല തിരിച്ചു പറയുകയാണെങ്കിൽ എറണാകുളത്ത് 116, ഏറ്റവും കുറവ് വയനാടാണ് 31. ഈ കണക്ക് അത്രയും നല്ല ശുഭകരമായിട്ടുള്ള കണക്കല്ല. ഞാൻ ഒരൊറ്റ ഉദാഹരണം ഞാൻ പറയാം. ഈ കഴിഞ്ഞ ദിവസം ഞങ്ങൾ 18 ഗ്രാം MDMA-യുമായി 2 പെൺകുട്ടികളെ പിടികൂടിയിരുന്നു. ഒന്ന് നോക്കുക, 1/2 ഗ്രാം MDMA എന്ന് വെച്ചാൽ 1 കിലോ കഞ്ചാവിന് ഈക്വലന്റ് ആണ്, എന്ന് വെച്ചാൽ നോൺ ബെയിലബിൾ ആണ്. ഈ കുട്ടിയെ ചോദ്യം ചെയ്തത് കഴിഞ്ഞ മുമ്പത്തെ വർഷത്തെ ന്യൂ ഇയറിന് അതിരപ്പള്ളിയിൽ വെച്ച് ഇവരുടെ ഏതാനും ഫ്രണ്ട്സുകളെ കൂടിയിട്ട് ഒരു ഗെറ്റ് ടുഗദർ വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു സെലിബ്രേഷൻ വെച്ചിട്ടുണ്ടായിരുന്നു. ആ സെലിബ്രേഷനിൽ എല്ലാവരെ പോലെ ഈ കുട്ടിയും ആദ്യമായി MDMA ഉപയോഗിച്ചു. പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ഇവര് ഉപയോഗിക്കുന്ന രീതിയെ കുറിച്ച് ചോദിച്ചപ്പോൾ എല്ലാവരെ പോലെ തന്നെ മൊബൈൽ ഫോണിൽ ATM കാർഡ് വെച്ച് ലൈനിട്ട് തന്നെയാണ് മൂക്കിലൂടെ MDMA വലിക്കണമെന്ന് എന്നാണ് ഈ കുട്ടി പറഞ്ഞത്. ഈ കുട്ടി അപ്പോൾ പറഞ്ഞത് ചില ദിവസങ്ങളിൽ 9 തവണ വരെ MDMA ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ്. ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ ചോദിച്ചു, കൊച്ചെ ചത്തുപോകുമല്ലോ, 9 തവണയോ? 1 തവണ ഉപയോഗിച്ചാൽ തന്നെ 2 ദിവസത്തേക്ക് മൈൻഡ് കട്ടാവും, അബ്നോർമൽ ആവും. പിന്നെ 9 തവണ. അപ്പൊ ആ കുട്ടി പറഞ്ഞത്, സാർ ശരിയാണ് സാർ, എന്റെ മൂക്കിലൂടെ നോസ് ബ്ലീഡിങ് ഉണ്ടാവാറുണ്ട്, ബ്ലഡ് വരാറുണ്ടെന്ന് പറഞ്ഞത്. അത് ഞെട്ടിക്കുന്നൊരു അവസ്ഥ തന്നെയാണ്. ആ കുട്ടിയുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ പരിശോധിച്ചതിൽ ലഹരി ഉപയോഗിക്കുന്നതിന് മുമ്പ് ആ കുട്ടിയുടെ വളരെ ക്യൂട്ടായിട്ടുള്ള മുഖം, വളരെ സുന്ദരിയായിട്ടുള്ള, വളരെ കാലിബറുള്ള, ടാലന്റ് ആയിട്ടുള്ള ഒരു പെൺകുട്ടി. പക്ഷെ ലഹരിയുടെ നിരന്തരമായിട്ടുള്ള ഉപയോഗം നിമിത്തം ആ കുട്ടിയിൽ വന്നിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ വളരെ ഭീകരമായിരുന്നു. കണ്ണൊക്കെ ഉള്ളിലോട്ട് പോയി കുഴിഞ്ഞ് കവളക്കൊട്ടി ഒരു പ്രത്യേക ഒരു രൂപം. നോക്കൂ, നമ്മുടെ പൊന്നോമനകളായിട്ടുള്ള മക്കളെ പരസ്യത്തിൽ പറയുന്ന പോലെ പുതിയ ബാഗ്, പുതിയ ഉടുപ്പ് എന്നിവയുമായി നമ്മൾ സ്കൂളിലോട്ട് വിട്ടിട്ട് പിന്നീടുള്ള കാലങ്ങളിൽ അവരിൽ വരുന്ന ട്രാൻസ്ഫോർമേഷൻ ഓരോ രൂപങ്ങളായി മാറാതിരിക്കാൻ നമ്മൾ പൊതുസമൂഹം ഒറ്റക്കെട്ടായി നിൽക്കണം. ഒപ്പം കേരള പോലീസ് ഉണ്ട്. കേരള പോലീസ് വിവിധ ജില്ലകളിലായി വളരെ നല്ല ക്യാച്ചുകൾ ഈ അടുത്ത കാലങ്ങളിൽ പിടിക്കാറുണ്ട്. തൃശൂർ സിറ്റി ലഹരി വിരുദ്ധ സ്ക്വാഡ് ഈ കഴിഞ്ഞ മാസം 285 കിലോ കഞ്ചാവ് പിടികൂടിയിരുന്നു. ഞാൻ വീണ്ടും പറയുന്നു, ഈ സമൂഹത്തിലെ വിപത്ത് അവസാനിപ്പിക്കാൻ സമൂഹം ഒറ്റക്കെട്ടായി നിൽക്കുന്ന പോലീസ് ഒപ്പമുണ്ട്. ഓരോരുത്തരും പറയേണ്ടത് സേ നോ ടു ഡ്രഗ്സ്.